വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടി ഉണ്ട്. ഓട്സിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് കുക്കിംഗ് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉപ്പുമാവിന് സഫോളയുടെ ഓട്സാണ് കേട്ടോ എടുക്കുന്നത്. ഏത് ഓട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരു പാനിലിട്ടിട്ട് ആദ്യം ഒന്ന് ചൂടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഓട്സാണ് ഞാൻ എടുക്കുന്നത്. അത് ഒരു പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിയും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് സമയം മതി കേട്ടോ, വേഗം ആവും അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 സ്പൂണ് ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഉഴുന്നൊക്കെ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള, പച്ചമുളക്, അതുപോലെ ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, കോളിഫ്ലവർ, ബീൻസ് അതൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് ഞാനത് ചേർത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നുകിൽ തെളിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഓട്സിന് അധികം വേവൊന്നും ഇല്ലാത്ത കാരണം വളരെ കുറച്ച് വെള്ളം മാത്രം മതി. എന്നിട്ടിത് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ ഒന്ന് കുത്തിപ്പൊരിച്ചിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചിട്ട് ഈ ഓട്സുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിലും ഉപ്പുമാവ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണിത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ലഞ്ചിനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് കഴുകി വൃത്തിയാക്കി ഇടാം. ചിക്കൻ അല്ലെങ്കിൽ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴുകിയിട്ടില്ലെങ്കിൽ ആകെ ഈച്ച ഉറുമ്പൊക്കെ വരും. ഇനി നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളകും പൊടി ഇട്ടിട്ടാണ് ഇതൊന്ന് തിരുമ്പി വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് ഇവിടെ പറയുന്നില്ല, കുറച്ചിട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ മസാലയിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക.
ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട അരിയൊക്കെ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെക്കണം. അപ്പോൾ അരി കുതിർക്കുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരടി കഴുകണം കേട്ടോ. കുതിർത്തതിന് ശേഷം കഴുകരുത്, അപ്പോൾ അരിയൊക്കെ നുറുങ്ങി പോവും. എന്നിട്ട് 3-4 പ്രാവശ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ള സവാളയിൽ കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഇന്നൊരു കേക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വേഗം ബോക്സിലാക്കിയിട്ട് കൊടുത്തു വിടാണ്. അപ്പോൾ കേക്ക് കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സവോളയൊന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കരിഞ്ഞും പോയിട്ടില്ല. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വേഗം ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കളറായാൽ മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ വേഗം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതുപോലെ ആ എണ്ണയിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ഇടാം കേട്ടോ. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ്, അപ്പോൾ അത് കാരണം ഉണക്കമുന്തിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് ആവും കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം നമ്മൾ. ഇനി ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ അവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചോറ് വയ്ക്കാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യും പിന്നെ ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ വെക്കൽ. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. നെയ്യൊക്കെ നന്നായിട്ടൊക്കെ ഒഴിച്ച് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനെപ്പോഴും കുറച്ചാണ് വയ്ക്കുക, കുറച്ച് എണ്ണയൊക്കെ തന്നെ ഒഴിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ 2 ഏലക്കായ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് ഇട്ടിട്ട് ഇങ്ങനെ റൈസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കളർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചോറ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ എണ്ണയിൽ നെയ്യിലും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയിലേക്ക് വേണ്ടി ചതച്ച് വെച്ചതെന്ന് കുറച്ച് എടുത്തിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചോറിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വാട്ടിയതിന് ശേഷം നമുക്ക് കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിൽ വാർത്തിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരി ഈ എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് അതിലെ വെള്ളമൊക്കെ ഒന്ന് പോണവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അതും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം, എന്നാലാണ് ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റ് ഉപ്പുണ്ടാവുള്ളൂ. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കൂട്ടിയിടണം കേട്ടോ. എന്നിട്ടൊരു തള വന്നതിന് ശേഷമാണ് പിന്നെ തീ കുറച്ചിടുക. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലിടാം. അതിനുശേഷം മൂടി വെച്ചിട്ട് ഒരു വെയിറ്റൊക്കെ കയറ്റി വെച്ച് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ചോറൊന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ മുകളിൽ നിന്നിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൻ്റെ വേവൊന്ന് നോക്കാം.
അപ്പോൾ അധികം വെള്ളമൊന്നും ഫുള്ള് വെള്ളം വറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പകുതി വേവായാൽ മതി ഈ സമയത്ത്. അപ്പോൾ കൈ കൊണ്ടൊന്ന് അമർത്തുമ്പോൾ ഒന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. ആ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിമിനി ഓഫ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളമൊക്കെ ഈ ആവിയിൽ കിടന്നിട്ട് വറ്റും ചെയ്യും, ചോറ് നന്നായിട്ട് വെന്ത് വരും ചെയ്യും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനൊക്കെ ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റൊക്കെ മാറ്റിയിട്ടൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം എല്ലാം വറ്റി, ഒരു തുള്ളി വെള്ളം പോലും ഇതിൻ്റെ അടിയിലില്ല കേട്ടോ. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അടിയിലും പിടിച്ചിട്ടില്ല. ചോറെല്ലാം തന്നെ വിട്ടിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ വെള്ളം വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചോറ് ഒന്നും കൂടെ വിട്ട് കിടക്കും. അപ്പോൾ ഇതിപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ സമയത്ത് ഞാൻ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. സവോള വാടി വന്നപ്പോഴേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് മുളകും പൊടി, ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ ടീസ്പൂണിന് 2 സ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. തക്കാളിയുടെ പച്ചമണമൊക്കെ പോകണം. അതുപോലെ തന്നെ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന പാകം വരെ ആവണം. അപ്പോൾ അതുവരേക്കും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഗ്രേവി ആയിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഇടുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാനിവിടെ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രേവി എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ലൂസാക്കി എടുക്കുക. ഇനി ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ചോറിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാനത് മറന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ പെട്ടെന്ന് തുറന്നിട്ട് അതിലിട്ടിട്ട് വീണ്ടും അതുപോലെ തന്നെ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ദം ചെയ്തിട്ടല്ല ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. റൈസ് വേറെ കറി വേറെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ദം ചെയ്യണമെങ്കിൽ ഈ സമയത്ത് എടുത്ത് ദം ചെയ്യാം കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദം ആക്കണമെങ്കിൽ ചിക്കൻ ചോറ് അങ്ങനെ ലെയർ ചെയ്തിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ സെപ്പറേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് ഇത്രയും ഗ്രേവി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാനിനി കുറച്ച് കൂവപ്പായസം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മധുരം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.